Hello everyone. So welcome back to our channel. It's possible. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എംകോമിലെ ഫസ്റ്റ് സെമ്മിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് പേപ്പറാണ്. സോ നമ്മൾ അതിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ യൂണിറ്റ് ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ എക്സാമിൻ്റെ ടൈമാണ്, നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 19-നാണ് എംകോമിന് എക്സാം ഉള്ളത്. സോ നമുക്ക് നിങ്ങളിപ്പോൾ ഒരു എക്സാമിൻ്റെ ടൈമിലെ പ്രിപ്പറേഷനിലാണ് എന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് 3 ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടെ ഉള്ളത് അല്ലേ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈനോമിയൽ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോയിസോൺ ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ, സോ പോയിസോൺ നമുക്കറിയാം. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇറ്റ് ഈസ് വൺ ഓഫ് ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ സെക്കൻഡ് വൺ ആണ് എന്ത്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൊഫസർ സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 1837 പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്കറിയാം എന്താണ്, ബൈനോമിയൽ പോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി വേരിയബിൾ. ഓക്കെ, എന്താണ് ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത്, പോയിസോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പോയിസോൺ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ കറന്റിലി യൂസ് ചെയ്യുന്നത് ഓപ്പറേഷൻ റിസർച്ച് പർപ്പസിൽ, ദാറ്റ് ഈസ് റെയർ കേസിലാണ്. അതായത് റെയർ കേസ്, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റോഡിൽ ഇത്ര ആക്സിഡന്റ് നടന്നു, അതൊക്കെ എന്താണ് റെയർ ആയിട്ട് സംഭവിക്കാൻ പോകുന്ന ചാൻസസ് ആണ് അല്ലേ. സോ റെയർ കേസസിൽ ഇവന്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്, റെയർ ആക്സിഡൻസ് ആർ ഒക്കർ ഇൻ എ റോഡിലെ, നമ്മൾ എന്താണ് ആക്സിഡൻസ് എന്താ റോഡിൽ ഒക്കർ ചെയ്യുന്നതാണ് എന്ത് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് റെയർ കേസിലാണ് എന്ത് ഉണ്ടാവുക, ഈ ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക. ആൻഡ് എന്താണ് ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, എന്നെ അറിയുന്നത് ഇൻഫിനിറ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് എന്താ, നമ്പേഴ്സ് അറിയുന്നത് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആണ്. സോ ഈ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് പറഞ്ഞാൽ ഇതിന്റെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു e raised to minus m into m raised to x by x factorial. ഓക്കെ, സോ വേർ എക്സ് എന്ന് പറയുന്നത് എന്താണ്, 0, 1, 2 ആൻഡ് എക്സെട്ര ടു ഇൻഫിനിറ്റിക്കാണ് വരുന്നത്. ആൻഡ് പിന്നെ ഇതിൽ പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഇതെന്താണ് ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി വേരിയബിൾ ആണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റ് വേരിയബിൾ ആണ് നമ്മൾ പറഞ്ഞു. ആൻഡ് എന്താണ്, ഓൺലി പോസിറ്റീവ്ലി സ്ക്യൂഡ് സിമെട്രിക്കൽ ആണ്. അതായത് എന്താണ്, ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ആൻഡ് ഇവിടെ പറയുന്നത് ഓൺലി ഇവിടെ എന്താണ്, ഓൺലി 1 പാരാമീറ്റർ ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ഓൺലി 1 പാരാമീറ്റർ ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ മെയിൻലി എന്ന് പറയുന്നത് എന്താണ്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് ഇവിടെ എന്താണ്, ഓൺലി 1 പാരാമീറ്റർ ആണ്. പിന്നെ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു e raised to minus m into m raised to x by x factorial. ആൻഡ് ഇതെന്താണ്, ഇൻഫിനിറ്റ് ആണ് നമ്പേഴ്സ്. ദാറ്റ് ഈസ് എക്സ് എന്താവാം 0, 1, 2 ആൻഡ് അങ്ങനെ എന്താണ് ഇൻഫിനിറ്റിയിലേക്ക് എത്തിക്കാന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെ എന്താണ്, ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ദാറ്റ് ഈസ് സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, ലാക്ക് ഓഫ് സിമെട്രി ആണ്. സോ ഇതെന്താണ്, ഇതിന്റെ ഒരു പ്രോപ്പർട്ടി, മെയിൻ ആയ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ് എന്നാണ് പറഞ്ഞത്. സോ ഇത്രയും കാര്യങ്ങളാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ തിയറി ബേസിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. ആൻഡ് ഇതിന്റെ പ്രോബ്ലം എങ്ങനെ വെച്ചാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു e raised to minus m into m raised to x by x factorial. ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന്റെ പ്രോബ്ലംസ് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം അല്ലേ. സോ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞു പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു e raised to minus m into m raised to x by x factorial. സോ നമുക്കൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, if x has Poisson distribution with m equal to 5, find p of x equal to 3. Okay, so ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് m equal to 5. സോ ഇതെന്താണ്, മീൻ ഈക്വൽ ടു 5 ആണ് എന്ത് ഈ ഒരു m എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് കാണേണ്ടത് എന്താണ്, p of x equal to 3 ആണ് എന്ത് നമുക്ക് കാണേണ്ടത്. സോ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ, ഇക്വേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് p of x equal to e raised to minus m into m raised to x by x factorial. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് p of x equal to 3. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, e raised to minus m, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു m എന്ന് പറയുന്നത് മീൻ ആണ്. മീൻ എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. സോ നമ്മൾ ഈ m-ലോടുത്ത് എന്താ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് e raised to minus 5 into 5 raised to
3, that is x എന്ന് പറയുന്നത് എന്താണ് 3 ആണ്. ആൻഡ് നമ്മൾ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ഓക്കെ, സോ നമ്മൾ e⁻⁵ നമ്മൾ എന്താ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാണാം. സോ എല്ലായിടത്തും സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാവുകയാണ് ഏറ്റവും ബെറ്റർ. അതർവൈസ് എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, ചില ക്വസ്റ്റ്യൻസിൽ മേ ബി അത് തരാറുണ്ട്. ഓക്കെ, സോ e⁻⁵ എന്ന് പറയുന്നത് എത്രയാണ് 0.067. ഓക്കെ, ദെൻ 5⁻³ എന്ന് പറയുന്നത് 125 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ദാറ്റ് ഈസ് +1 +2 ക്ലാസ്സുകളിൽ നമ്മൾ എന്താ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതിൽ വരുന്നതാണ് എന്ത് ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്താ ഈ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ വാല്യൂസ് കണ്ടെത്തിയാൽ നമുക്ക് ആൻസർ കിട്ടുക എത്രയാണ് 0.139 ആണ് എന്ത് ചെയ്യുക നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, സോ നമ്മൾ എന്താണ് e⁻m × m⁻x/x ഫാക്ടോറിയൽ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തുന്നത് അല്ലേ. ഓക്കെ, സോ നമ്മൾ ഫൈനലി നമ്മൾ എന്ത് ചെയ്തു ആൻസർ കണ്ടു. ദാറ്റ് ഈസ് 0.139 ആണ് നമ്മൾ എന്ത് ചെയ്തു ആൻസർ കണ്ടു. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, സോ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വെക്കുക. ഓക്കെ, സോ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യുക ഈ ഒരു ഇക്വേഷനിലേക്കാണ് എന്ത് ചെയ്യേണ്ടത് നമ്മളെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരിക. ഓക്കെ, സോ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത് P(x) = 3 പറഞ്ഞത്. ദെൻ ഇപ്പോൾ ഇത് പറയാണ് P(x) < 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കും 0 കൊടുക്കും 1 കൊടുക്കും 2 കൊടുക്കും അല്ലേ. ദാറ്റ് ഈസ് എന്താ പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും 0 വെച്ചിട്ട് ആദ്യം ചെയ്യും. ദാറ്റ് ഈസ് P(x) = 0. ദെൻ എന്താണ് e⁻⁻5 × 5⁻³ എന്നുള്ളടത്ത് 0 ആകും. ആൻഡ് ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ ആയിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വാല്യൂസ് കണ്ട് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. സോ അങ്ങനെയാണ് എന്ത് ചെയ്യണം നമ്മൾ ഓരോന്ന് അതായത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ 3 ടൈപ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ബൈനോമിയൽ, പോയ്സോൺ ആൻഡ് നോർമൽ ആയിരുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്തു ബൈനോമിയൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പോയ്സോൺ ആണ്. സോ പോയ്സോണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസും കാര്യങ്ങൾ പറഞ്ഞു. ദെൻ അതിന്റെ ഇക്വേഷൻ ആണ് നമ്മളൊരു പ്രോബ്ലം ചെയ്തു. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.